ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. നമ്മൾ കുറച്ചധികം ദിവസമായി ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഇനി റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിൻ്റെ ഓർമ്മക്കുറിപ്പാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ബിൽ ഗേറ്റ്സിൻ്റെ. അടുത്തിടെ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി. അടുത്തിടെ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി ആരാണ്? ബീരൻ സിംഗ്. ബീരൻ സിംഗ് ആണ് അടുത്തിടെ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി. നിലവിലെ RBIയുടെ റിപ്പോ നിരക്ക് എത്ര? നിലവിലെ RBIയുടെ റിപ്പോ നിരക്ക് എത്ര? 6.25%. 6.25% നിലവിലെ RBIയുടെ റിപ്പോ നിരക്ക്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണർ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണർ. അപ്പോൾ അടുത്തിടെ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് ബീരൻ സിംഗ്. നിലവിലെ RBIയുടെ റിപ്പോ നിരക്കാണ് 6.25%. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ മുൻ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് വിദർഭ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. അപ്പോൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച് വിദർഭയാണ് 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത്. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ് 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. KS മണിലാൽ അന്തരിച്ചതെന്ന്. KS മണിലാൽ അന്തരിച്ചത് എന്ന്? 2025 ജനുവരി 1. 2025 ജനുവരി 1 KS മണിലാൽ അന്തരിച്ചത്. അപ്പോൾ 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് വിദർഭ. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. KS മണിലാൽ അന്തരിച്ചത് എന്ന്? 2025 ജനുവരി 1. 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2025 തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2025 ലോക ക്യാൻസർ ദിന പ്രമേയം. 2025 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് 2025 ലോക ക്യാൻസർ ദിന പ്രമേയം.
ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്ത്. അതിൻ്റെ പേര് ചോദിച്ചാൽ ത്രിഭുവൻ സഹകാരി സർവകലാശാല. അപ്പോൾ ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല. അത് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ 2025 തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. 2025 ലോക ക്യാൻസർ ദിന പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത്. അതിൻ്റെ പേര് ചോദിച്ചാൽ ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. സെബിയുടെ മേധാവിയായി അടുത്തിടെ നിയമിതനായത് തുഹിൻ കാന്ത് പാണ്ഡെ. സെബിയുടെ മേധാവിയായി അടുത്തിടെ നിയമിതനായത് തുഹിൻ കാന്ത് പാണ്ഡെ. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. അപ്പോൾ ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ. സെബിയുടെ മേധാവിയായി അടുത്തിടെ നിയമിതനായത് തുഹിൻ കാന്ത് പാണ്ഡെ. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുധാംശു ശുക്ല. സുധാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ്. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. 62 മണിക്കൂർ 6 മിനിറ്റാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുധാംശു ശുക്ല. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ്. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് എന്ന് ചോദിച്ചാൽ 62 മണിക്കൂർ 6 മിനിറ്റ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട വർഷം. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട വർഷം ഏതാണ്? 2024. 2024 ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട വർഷം. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് 2025 ക്വാഡ് ഉച്ചകോടി നടക്കുന്നത്. 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ്. MP രാജേഷാണ് നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പോൾ ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട വർഷമാണ് 2024. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ. 2025 നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് തമിഴ്നാട്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് MP രാജേഷ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. ഇറ്റലിയുടെ യാനിക് സിന്നറാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്
2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? അമേരിക്കയുടെ മാഡിസൺ കീസ്. മാഡിസൺ കീസാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്. MT വാസുദേവൻ നായർ അന്തരിച്ചതെന്ന്. MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് 2024 ഡിസംബർ 25. 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന്. മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നാണ് 2024 ഡിസംബർ 26. 2024 ഡിസംബർ 26-നാണ് മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് അമേരിക്കയുടെ മാഡിസൺ കീസ്. MT വാസുദേവൻ നായർ അന്തരിച്ചത് 2024 ഡിസംബർ 25. മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ചുമതല ലഭിച്ചത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ചുമതല ലഭിച്ചത് ആർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ചുമതല ലഭിച്ചത്. ലോകത്തെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ലാഹോർ. ലോകത്തെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ്? ലാഹോർ. ലാഹോറാണ് ലോകത്തെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത്. 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് 2025 AI ഉച്ചകോടി നടന്നത്. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് 2026 AI ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റി. ലോകത്തെ ഏറ്റവും മാലിന്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ലാഹോർ. 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ്. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ.